തൃശൂർ ഇലക്ഷൻ പൂരത്തിന് സൈബർ സഖാക്കൾ സുരേഷ് ഗോപി ക്യാമ്പിനെ പേടിപ്പിക്കാൻ ഒരുക്കിയ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഗോപിയല്ല ഈ ഗോപി, സത്യഭാമ, RLV രാമകൃഷ്ണൻ പോര് എന്നീ രണ്ട് ക്യാപ്സ്യൂളുകളായിരുന്നു സൈബർ സഖാക്കൾ ഏറെ ആലോചന നടത്തി ഒരുക്കിയിരുന്നത്. എന്നാൽ രണ്ടും എവിടെയും ഏറ്റില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ രണ്ടിന്റെയും അന്തിമ നേട്ടം കൊയ്തതാകട്ടെ സുരേഷ് ഗോപി. ആദ്യത്തെ കേസിൽ കലാമണ്ഡലം ഗോപിയുടെ മകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് സൈബർ സഖാക്കൾ വൈറലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ പോസ്റ്റ് വൈറലാകുന്നതിനേക്കാൾ വേഗത്തിൽ കലാമണ്ഡലം ഗോപിയുടെ മകൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെന്ന് മാത്രമല്ല, കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തന്നെ കാണാൻ സുരേഷ് ഗോപിക്ക് ആരുടെയും അനുവാദം വേണ്ടെന്നായിരുന്നു കലാമണ്ഡലം ഗോപിയുടെ കമന്റ്. ഇതോടെ സൈബർ സഖാക്കൾ സ്വന്തം എന്ന് കരുതിയ മഹാകഥകളി നടൻ സുരേഷ് ഗോപിയോട് അടുപ്പമുള്ളയാളാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു. നടൻ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് വരുത്തി അനുഗ്രഹിക്കണമെന്ന് കലാമണ്ഡലം ഗോപിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അഭ്യർത്ഥിച്ചത്രേ. ഇതേ തുടർന്നാണ് കലാമണ്ഡലം ഗോപിയുടെ മകൻ പോസ്റ്റ് ഇട്ടത്. ഇത് സുരേഷ് ഗോപി അല്ലെന്നും വേറെ ഗോപിയാണെന്നും ഒക്കെയായിരുന്നു പോസ്റ്റ്. സൈബർ സഖാക്കൾ ചാടി വീണ് ആ ഗോപിയല്ല ഈ ഗോപി എന്ന ടൈറ്റിലിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ടു. പക്ഷേ അധികം വൈകാതെ ഈ പ്രചരണ തന്ത്രം അടിമുടി പൊളിഞ്ഞു വീഴുന്നത് കേരളം കണ്ടു. മാത്രമല്ല, സുരേഷ് ഗോപിയോട് താൻ പണ്ടൊരിക്കൽ പത്മഭൂഷൺ സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ച കാര്യവും കലാമണ്ഡലം ഗോപി തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തതോടെ സൈബർ സഖാക്കൾക്ക് തലയിൽ മുണ്ടിടേണ്ട ഗതികേടുമായി. അന്ന് തന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞെന്നുമുള്ള കാര്യവും കലാമണ്ഡലം ഗോപി തുറന്നടിച്ചതോടെ സുരേഷ് ഗോപിയുടെ മൂല്യം ഇരട്ടിയായി. കാരണം ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുമെന്ന് പറയുന്നവരാണ് സുരേഷ് ഗോപി എന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഇതോടെ സൈബർ സഖാക്കൾ മാളത്തിലൊളിച്ചു. കറുത്ത തൊലി നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കേണ്ടെന്ന് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞുവെന്ന പ്രസ്താവനയായിരുന്നു സൈബർ സഖാക്കൾ ഏറ്റെടുത്ത രണ്ടാമത്തെ തന്ത്രം. ഇത് തന്നെ ഉദ്ദേശിച്ചാണ് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതെന്നാരോപിച്ച് RLV രാമകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് ഇടത് സഖാക്കൾക്ക് ജാതി കളിക്ക് സ്കോപ്പുണ്ടെന്ന് മനസ്സിലായത്. എന്നാൽ ഈ തന്ത്രവും വിലപ്പോയില്ല. കാരണം തന്റെ കുടുംബക്ഷേത്രത്തിലെ തന്നെ മഹോത്സവത്തിന് RLV രാമകൃഷ്ണനെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സുരേഷ് ഗോപി ക്ഷണിച്ചതോടെ സൈബർ സഖാക്കളുടെ ജാതി തോണ്ടിയിട്ട് BJPയെ കൊടുക്കാനുള്ള ശ്രമവും പൊളിഞ്ഞു. കൂടാതെ സത്യഭാമ CPM-കാരിയാണെന്ന സത്യവും പുറത്തു വന്നു.